ഹലോ, ഇതിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ കാണുന്ന പാമ്പിനെ, ഈ പാമ്പിനെ നമ്മൾ പറയുക വൂൾഫ് സ്നേക്ക്, അതായത് ചുവർപ്പാമ്പ് എന്ന് പറയും. വിഷമെന്നുള്ള കാര്യമോ അങ്ങനെ പ്രശ്നക്കാരനോ ഒന്നുമല്ല. പക്ഷേ പൊട്ടിയിട്ട ചുമരിലും ചില്ലിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ഇവൻ വരും. ഡോറിൻ്റെ ഗ്യാപ്പുകളിൽ, ബാത്റൂമിൻ്റെ ഗ്യാപ്പ്, അതുപോലെ സിങ്ക്, തുണികളിൽ കയറിയിരിക്കും. അങ്ങനെ എല്ലാവിടെയും വരും. ഈ പാമ്പിൻ്റെ ഒളയാണ്, ഒള എന്ന് പറയുന്നത് ഒരു സ്കിൻ. ആ സ്കിന്ന് പൊഴിച്ച് കളയും. അതാണ് ഒരുവിധം വീടുകളുടെയൊക്കെ ചുമരുമൊക്കെ കാണും. അനവധി പേര് വിളിച്ചിട്ട് ഇതേത് പാമ്പാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് വിഷം കാര്യങ്ങളോ മറ്റൊന്നുമില്ല. പക്ഷേ പിടിക്കാൻ നോക്കിയാൽ നല്ല കടി കടിക്കും. ഈ കടി കടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചെറിയ പല്ല, ആ പല്ലുകൾ നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കും. ചോര വരും. അത് 2 ദിവസം കഴിയുമ്പോൾ പഴുക്കുകയൊക്കെ ചെയ്യും. ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ തീറ്റയൊക്കെ വേണമെങ്കിൽ എടുക്കാം. അല്ലാണ്ട് വേറെ വിഷമോ അല്ലെങ്കിൽ പ്രശ്നക്കാരനോ ഒന്നുമല്ല. പക്ഷേ ശ്രദ്ധിക്കുക. കാരണം ഇതാണ് എന്ന് വിചാരിച്ച് വിഷമുള്ള വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന പാമ്പുണ്ട്. അപ്പോൾ ചിലവർക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് വിഷമില്ല. വെള്ളിക്കട്ടനെ കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഇത് വൂൾഫ് സ്നേക്ക് എന്നാണ് പറയുക. ചുവർപ്പാമ്പ് എന്ന് പറയും. ഏകദേശം ഒരു 1 അടി മുതൽ 1.5 അടി വരെയൊക്കെ വലിപ്പം വരും. ആൾക്ക് നല്ല ഭംഗിയാണ്. എനിക്ക് നല്ല ക്യൂട്ടാണ്. പക്ഷേ ക്യൂട്ടാണെന്നുള്ളൂ, പിടിക്കാൻ നോക്കിയാൽ നല്ല കടി കടിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും പാമ്പിനെ പിടിക്കാനോ കാര്യങ്ങളിലോ നിൽക്കാൻ പാടില്ല. പാമ്പിനെ കാണിച്ചു തരുന്നത് മനസ്സിലാവാനാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കുക. തീരെ വിഷമില്ല. വിഷം എന്നത് നോർമലായിട്ട് നമ്മൾ പറയുന്നതാണ്. വെനം എന്നാണ് പറയുക. ഇന്ന് തീരെ പ്രശ്നക്കാരനുമല്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ എല്ലാ സ്ഥലങ്ങളിലും കാണും ഈ പാമ്പിനെ. അപ്പോൾ എല്ലാവരും സർപ്പ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയൊക്കെ പാമ്പിനെ കണ്ട അവരെ വിളിച്ച് പറയുക. റെസ്ക്യൂവർമാർ വന്ന് പിടിച്ചൊഴിവാക്കും. അപ്പോൾ ശരി, ഇത് വിടാൻ പോവാണ്. ആൾ ഞഴഞ്ഞ് ആളുടെ ഇടത്തിലേക്ക് പൊക്കോട്ടെ. കണ്ട, ദേ പോണ് അങ്ങനെ പോയി.